നമുക്കിന്ന് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന മുട്ട സ്റ്റൂ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്. ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇതെല്ലാം ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയെടുക്കണം. അതിനുശേഷം മീഡിയം സൈസിലുള്ള ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായി വഴണ്ടു വന്നാൽ പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വേറെ മുളക് പൊടിയൊന്നും നമ്മളിത് ചേർക്കില്ല. പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് നമ്മൾ എരിവിന് ചേർക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറിയാൽ സ്റ്റൂവിലേക്ക് വേണ്ട പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. 1 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും 3 ബീൻസും ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത്. 2ാം പാൽ എന്ന് പറയുന്നത് കട്ടി കുറവുള്ള തേങ്ങാപ്പാലാണ്. കട്ടി കൂടി പോയാൽ ഒരുപാട് തിളയ്ക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ട് കട്ടി കുറവുള്ള പാലിലാണ് കഷ്ണങ്ങൾ വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പാല് പിരിഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി ഈ വെജിറ്റബിളൊക്കെ നന്നായി വെന്ത് വരണം. ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ അധികം വേവില്ലാത്ത പച്ചക്കറികളാണ്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി 3-4 പീസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും. അടുത്തതായി മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. മുട്ട ചേർത്തതിന് ശേഷം 1 മിനിറ്റ് കറി തിളപ്പിക്കണം. മുട്ടയും കറിയും ഒക്കെ നന്നായി യോജിച്ച് വരണം. അതിനുശേഷം തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് 1ാം പാലാണ് ചേർത്ത് കൊടുത്തത്. 1ാം പാൽ ചേർത്താൽ കറി തിളപ്പിക്കേണ്ട. ഒന്ന് ആവി വരുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം. അതുപോലെ ഉപ്പും എരിവും ഒക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എരിവിന് കുരുമുളക് പൊടി ചേർത്താൽ മതി. അവസാനമായി 2 നുള്ളി ഗരം മസാലയും 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. മുട്ട സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്